മതഭ്രാന്തരെ, വർഗീയവാദികളെ, കേരളത്തെക്കുറിച്ച് മോശം സിനിമയെടുക്കുന്ന ആളുകളെ കണ്ണ് തുറന്ന് കാണൂ. ഇതാണ് ഞങ്ങളുടെ കേരളം. ഇതാണ് ഞങ്ങളുടെ കേരളത്തിൻ്റെ യഥാർത്ഥ സ്റ്റോറി എന്ന് പറയുന്നത്. ഒരു നോമ്പ് തുറയാണ് കേട്ടോ. എല്ലാവരും ഉണ്ട്, മതസൗഹാർദ്ദമുണ്ട്, എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടുള്ള ഒരു നോമ്പ് തുറയാണ് ഈ കാണുന്നത്. ഈ കാഴ്ചയൊക്കെ നമ്മുടെ കേരളത്തിലല്ലാതെ വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ മക്കളെ? ഒരു കേരളക്കാരനായതിൽ, കേരളത്തിൽ ജനിച്ചു വളരുന്നതിൽ അഭിമാനം കൊള്ളുന്ന ഒരാളാണ് ഞാൻ മാത്രമല്ല, ഇത് കാണുന്ന മനസ്സിൽ വർഗീയതൊന്നും ഇല്ലാത്ത എല്ലാവരുടെയും അവസ്ഥ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഈ കാഴ്ചകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ കേരളത്തിൽ തന്നെ വരണം. പുറത്തൊക്കെ അത് കണി കാണാൻ പറ്റും. ചില സംസ്ഥാനങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും, പക്ഷെ കേരളത്തിനെ പോലെ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ചില ആൾക്കാർക്കൊന്നും ഈ കാര്യങ്ങളൊന്നും അങ്ങോട്ട് ദഹിക്കൂല. അത് അവരുടെ ഉള്ളിലുള്ള മതഭ്രാന്ത്, വർഗീയതയും കാരണമാണ്. എന്തായാലും ഇത് എന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ നോമ്പുതുറ സംഘടിപ്പിച്ച, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അവർ വിശ്വസിക്കുന്ന ആ ഒരു ദൈവം അവർക്ക് നല്ലത് മാത്രം വരുത്തട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ. ഇതാണ് എൻ്റെ കേരളം, ഇങ്ങനെയാണ് എൻ്റെ കേരളം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു മടിയും കൂടാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക.